ഹലോ ഗായ്സ്, അങ്ങനെ ഒരുപാട് നാളുകൾക്ക് ശേഷം ഞാൻ വീണ്ടും ഒരു വ്ളോഗ് എടുത്തു. സത്യം പറഞ്ഞാൽ എനിക്ക് സമയം കിട്ടുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് മോളുടെ കാര്യത്തിൽ എന്നെ തിരക്ക് പിടിച്ചിട്ട് പിന്നെ ഫ്രീ ടൈമിൽ വല്ലപ്പോഴും ചെയ്യണമെന്ന് വിചാരിക്കുമ്പോൾ അതും ഫ്ലോപ്പായി പോകും. അവസാനം ഇന്ന് ഞാൻ വീണ്ടും ഒരു വ്ളോഗ് എടുക്കാമെന്ന് തീരുമാനിച്ചു. ലൈക്ക് വി ആർ ഗോയിങ് ഓൺ യെറ്റ് അനദർ ട്രിപ്പ് ആൻഡ് ദിസ് ടൈം ടു അത് ഞാൻ പറയാം. രാവിലെ നേരത്തെ എണീറ്റു. പിന്നെ എനിക്ക് കാപ്പി കുടിക്കുന്ന ശീലം മാറ്റിയില്ല. രാവിലെ തന്നെ ഒരു നല്ല സ്ട്രോങ് കാപ്പി എടുത്തിട്ട് ഞാൻ എൻ്റെ ജേർണി കണ്ടിന്യൂ ചെയ്യുകയാണ്. ഞാൻ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റും ഇതൊന്നും കാണിക്കരുതെന്ന് വിചാരിച്ചതാണ്. പിന്നെ പ്രീവിയസ് വ്ളോഗ് പോലെ തന്നെ റിപ്പീറ്റ് ഓഷനായി പോകും. ബട്ട് ദിസ് ടൈം ഇതെനിക്ക് കാണിക്കേണ്ടി വന്നു. ബിക്കോസ് ഇവിടെ ഈ ഹോട്ടലിൽ കയറി, മൈലാടി ഹോട്ടൽ എന്ന് പറഞ്ഞിട്ട് അവിടുത്തെ ഫേമസ് ദോശ ട്രൈ ചെയ്തപ്പോൾ എനിക്കത് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതും കൂടി ഈ വ്ളോഗിൽ ഇൻക്ലൂഡ് ചെയ്യണമെന്ന്. ഞാൻ യൂഷ്വലി ഇങ്ങനെ മസാല ദോശ ടൈപ്പൊന്നും രണ്ടെണ്ണമൊന്നും കഴിക്കില്ല, എനിക്ക് പറ്റാറില്ല. പക്ഷേ ഇത് ഞാൻ രണ്ടെണ്ണം ഓർഡർ ചെയ്തു. പോകുന്ന വഴി കണ്ട കാഴ്ചയായിരുന്നു ഇത്. ബന്ദിപുര ഫോറസ്റ്റ് വഴി പോയപ്പോൾ നല്ല രസമായിരുന്നു കാണാനായിട്ട്. സോ ഐ ജസ്റ്റ് ക്യാപ്ചർഡ് ദിസ്. ഞാൻ ആദ്യമായിട്ടാണ് കോപ്പർ കിച്ചണിൽ കയറുന്നത്. ഇവിടുത്തെ ഫുഡ് എങ്ങനെ ഉണ്ടാവുമെന്ന് എനിക്കറിയില്ലായിരുന്നു. പക്ഷേ കുറേ ദിവസമായിട്ട് കയറണമെന്ന് വിചാരിച്ചൊരു സ്ഥലമായിരുന്നു. അപ്പോൾ നാട്ടിൽ കണ്ടപ്പോൾ, ബാംഗ്ലൂരിലുണ്ട് ഇത്, പക്ഷേ കയറാൻ പറ്റിയിട്ടില്ല പറഞ്ഞതുപോലെ. പക്ഷേ നാട്ടിൽ കണ്ടപ്പോൾ ശരി, നാട്ടിൽ നിന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ച് കയറിയതാണ്. അടിപൊളി ടേസ്റ്റായിരുന്നു. ചിക്കൻ പ്ലാറ്റർ ഒന്ന് ഓർഡർ ചെയ്തിരുന്നു. വന്ന സംഭവങ്ങളെല്ലാം കിട്ടില്ലനായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ അതിൽ ഏറ്റവും കൂടുതൽ എനിക്കിഷ്ടമായി ഈ ഫിഷാണ് കേട്ടോ. കാന്താരി ഫിഷ് എന്നാണ് ഇതിന് പറഞ്ഞത് അവിടെ. നല്ല ടേസ്റ്റായിരുന്നു ഇത്. പിന്നെ പതിവ് പോലെ എൻ്റെ പ്രോൺസ്. പിന്നെ ഞങ്ങളിതാ ഞങ്ങളുടെ ഡെസ്റ്റിനേഷനിലേക്ക് എത്തി. ബൈ ദ വേ, ഞാൻ ഏതാ സ്ഥലം എന്ന് പറഞ്ഞില്ല, റൈറ്റ്? ദിസ് ഈസ് വയനാട്. ഓക്കെ, വയനാട്ടിലൊരു റിസോർട്ടിലാണ് ഞങ്ങളൊരു സ്റ്റേക്കേഷന് വേണ്ടി പോവുകയാണ്. അപ്പോൾ 2 ദിവസം അവിടെ ഒന്ന് സ്റ്റേ ചെയ്തിട്ട് ചില്ലടിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചു. പിന്നെ ഞങ്ങളുടെ ചെക്ക് ഇൻ ഫോർമാലിറ്റീസ് എല്ലാം തീർത്തു. ഇതാണ് എൻട്രൻസ്, അതായത് റിസപ്ഷൻ ഏരിയ. ഞങ്ങൾ പിന്നെ ചെക്ക് ഇൻ ഫോർമാലിറ്റീസ് കഴിഞ്ഞ് റൂമിലേക്ക് പോയി ഞാൻ ഒന്ന് ഫ്രഷപ്പ് ആവട്ടെ. എന്നിട്ട് ഞാൻ ബാക്കിയുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, ഞാൻ അതാ ഫ്രഷപ്പായിട്ട് വന്നു. ഇപ്പോൾ ഞാനിവിടുത്തെ സ്ഥലം ഒക്കെ കാണിച്ചു തരാം, റിസോർട്ടിലുള്ളത്. പക്ഷേ ഞാൻ റൂം ടൂർ കാണിക്കുന്നില്ല. ബിക്കോസ് ഞാൻ കയറിയപ്പോൾ തന്നെ റൂമിനെ ഭയങ്കരമായിട്ട് മെസ്സിയാക്കി വിട്ടു. അതുകൊണ്ട് ഈ റിസോർട്ട് മാത്രമേ ഞാൻ തൽക്കാലം കാണിക്കുന്നുള്ളൂ. ഞാൻ പറയാം റൂംസിലൊക്കെ എന്തൊക്കെ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് എൻട്രൻസ് ഏരിയ. ഞാൻ പറഞ്ഞതുപോലെ ഇത് റിസപ്ഷൻ ഏരിയ. ഇവിടെയാണ് ഞങ്ങൾ ചെക്ക് ഇൻ ഫോർമാലിറ്റീസ് ഒക്കെ കംപ്ലീറ്റ് ആക്കിയത്. നല്ലൊരു വലിയ സ്ഥലം തന്നെയാണ് കേട്ടോ. നമുക്കായിട്ട് മാത്രമുള്ളൊരു പ്രൈവറ്റ് സ്പേസ് എന്ന് തന്നെ പറയാം. ആരും ഉണ്ടായിരുന്നില്ല, ഞങ്ങൾ മാത്രമായിരുന്നു. 8 റൂംസ് ഉണ്ടായിരുന്നു. ഇതാണ് റൂംസിലേക്ക് പോകാനുള്ള വഴി. കുറച്ച് നടക്കണം, പക്ഷെ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ തന്നെ. പിന്നെ ഇവിടെ കുട്ടികൾക്കായിട്ടുള്ള പ്ലേ ഏരിയ ഉണ്ടായിരുന്നു. ഇതാണ് ഞങ്ങൾ സ്റ്റേ ചെയ്ത കോട്ടേജ്. ഇവിടെ അതുപോലെ 4 കോട്ടേജ് ഉണ്ടായിരുന്നു, വിച്ച് ഹാസ് 2 റൂംസ് ഈച്ച്. പിന്നെ ഈവനിങ് ഞങ്ങൾ ബാനാസുര ഡാം കാണാനായിട്ട് പോയി. പക്ഷെ അന്ന് ഒരുപാട് തിരക്കുള്ള ദിവസമായിരുന്നു.
പിന്നെ ആകെ ഡിസപ്പോയിൻ്റ് ആയപ്പോഴാണ് ഞങ്ങളുടെ റിസോർട്ടിലെ ഓണർ പറഞ്ഞത്, അതിൻ്റെ പിൻവശത്ത് കൂടെ പോയാൽ നിങ്ങൾക്ക് അതിൻ്റെ തന്നെ ബാക്ക് വാട്ടേഴ്സ് കാണാൻ പറ്റുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ അവിടത്തേക്ക് വഴി തിരിച്ചു. സത്യം പറയാലോ, നേരിട്ട് ആ ഡാം കാണുന്നതിനെക്കാട്ടിലും ബ്യൂട്ടിഫുള്ളായിരുന്നു ഇവിടെ ഇരുന്ന് ആരും ഇല്ലാതെ ഒരു പ്രൈവറ്റ് സ്പേസ് പോലെ ഈ ബാക്ക് വാട്ടേഴ്സ് കാണാനായിട്ട്. ഇവിടെ കിട്ടിയ ഈ മൊമെൻറ്റ് അത് വളരെ സ്പെഷ്യലായിരുന്നു. അതൊരു കോർ മെമ്മറിയായി ആ ട്രിപ്പിൽ എനിക്ക്. ക്യാമ്പിംഗ് ഇടാൻ പറ്റിയ പെർഫെക്റ്റ് സ്പോട്ടായിരുന്നു കേട്ടോ. പക്ഷെ ഞങ്ങളുടെ അടുത്ത് അതിനുള്ള സാധനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ യൂണിവേഴ്സ് എവിടെയോ ഫേവർ ചെയ്യുന്ന പോലെ ഈ സ്ഥലത്തേക്ക് ഞങ്ങൾ വന്നതും പിന്നെ നോക്കുമ്പോൾ വണ്ടിയിൽ ചെറിയൊരു ഷീറ്റ് കണ്ടു. പായൊക്കെ ഇട്ടിരിക്കാൻ പറ്റിയൊരു വൈബ് പോലെ അത് ഞങ്ങൾ സെറ്റാക്കി ആ ഷീറ്റിന്. പിന്നെ ഞാൻ മോളുടെ കൂടെ അവിടെ കുറേ നേരം കൂടെ ടൈം സ്പെൻഡ് ചെയ്തു. അങ്ങനെ ഞാനും വിഷ്ണു മഹാനിയും 3 പേരും കുറേ നല്ല ഫോട്ടോസ് അവിടെ നിന്ന് എടുത്തു. കുറേ സമയം അവിടെ ചിലവഴിച്ചിട്ട് വീണ്ടും തിരിച്ചു പോകാനായിട്ട് തീരുമാനിച്ചു. അവിടെ പോകുന്ന വഴിക്ക് ഇവിടെ ഇരിക്കുമ്പോൾ ഞങ്ങൾക്ക് തോന്നിയത് ഇവിടെ ഒരു കട്ടൻ ചായ കൂടി കിട്ടിയാൽ നല്ല രസമായിരുന്നു എന്നാണ്. പക്ഷെ അത് ഉള്ളിലോട്ടായതുകൊണ്ട് ഒരു കടിയും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ പോകുന്ന വഴിക്ക് കട്ടൻ ചായയും പഴംപൊരിയും എല്ലാം കഴിച്ചിട്ട് റൂമിലേക്ക് പോയി. പിന്നെ നെക്സ്റ്റ് ഡേ അഗെയിൻ എനിക്ക് ഭയങ്കര സ്പെഷ്യൽ ഡേ ആയിരുന്നു. ബിക്കോസ് ഇറ്റ്സ് മൈ ഫസ്റ്റ് മദേഴ്സ് ഡേ വിത്ത് മൈ ലിറ്റിൽ വൺ. അപ്പം ഞാൻ ഈ 3 ദിവസം എനിക്ക് കുറേ ഇമ്പോർട്ടൻറ്റ് ഫോട്ടോസൊന്നും അങ്ങനെ എടുക്കാൻ പറ്റിയില്ല പൊന്നിൻ്റെ കൂടെ, അതായത് റിസോർട്ടിൽ. സോ അന്നത്തെ ദിവസം ഞാൻ കുറേ ഫോട്ടോസ് എടുത്തു. ഞങ്ങളുടെ റിസോർട്ടിൽ ലാസ്റ്റ് ദിവസം കൂടിയാണ് ഇന്ന്. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഇവിടെ നിന്ന് പുറപ്പെടുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ കുട്ടി വ്ളോഗ് ഇഷ്ടമായെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.